Hi. Welcome to Ammus Yummy Kitchen. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നത് വെജ് പുലാവിന്റെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ വെജ് പുലാവ് എങ്ങനെ റെഡിയാക്കാൻ നോക്കിയാലോ അമ്മു? Let's see. അപ്പോൾ വെജ് പുലാവ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ വെള്ളത്തിൽ ഒന്ന് കുതിർത്തിയെടുത്ത് ഊറ്റി വെച്ചതാണ്. 2 കപ്പ് കാണിക്കുന്നത് ഞാൻ ആ കപ്പ് ഈ കപ്പിൽ അളവിലാണ് ഞാൻ 2 കപ്പ് എടുത്തേക്കുന്നത്. 2 ബേ ലീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 കരയാമ്പ് എടുത്തിട്ടുണ്ട്. ഒരു പട്ടയുടെ പകുതി എടുത്ത് വെച്ചിട്ടുണ്ട്. 3 ഏലക്കായ, പിന്നെ ഒരു സ്റ്റാർ, പിന്നെ കുറച്ച് കിസ്മിസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം. വലിയൊരു സവാള നീളത്തിന് ഞാൻ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഇത് എരിവുണ്ട്. ക്യാരറ്റാണ്, ഞാൻ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുഞ്ഞിതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബീൻസാണ്, ഒരു 10-15 അല്ലി ബീൻസ് ഉണ്ട്, ഞാൻ കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസാണ്. അപ്പോൾ നമുക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ വെജ് പുലാവ് റെഡിയാക്കാമെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു 2 സ്പൂണ് നെയ്യ് ചേർക്കുന്നുണ്ട്. ഞാൻ 2 സ്പൂൺ നെയ്യും അതുപോലെ തന്നെ 2 സ്പൂണും വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ എല്ലാ സ്പൈസസും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് എടുത്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നടുവിലേക്കായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചത് ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇട്ട ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറിയിട്ട് ഇനി നമുക്ക് എടുത്തു വെച്ച പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, ബീൻസ് ചേർക്കാം, ഇനി നമുക്ക് ഗ്രീൻ പീസ് ചേർക്കാം. ഇപ്പോൾ ഈ പച്ചക്കറി എല്ലാം ഞാൻ ഇതിലോട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഞാൻ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ 2 കപ്പ് റൈസിന് 4 കപ്പ് വെള്ളം നമുക്ക് ചേർക്കണം. ഇനി ഈ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് അരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണം. ഞാൻ നോക്കട്ടെ. കുറച്ച് ഉപ്പ് കമ്മിയുണ്ട്. ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി വെക്കാം. ഇനി ഇത് നന്നായിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് അരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതൊന്ന് അടച്ചു വെക്കാൻ പോവാണ്. ഇനി നമുക്ക് ഈ ലിഡൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരി ചേർക്കാം. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഞാൻ വെച്ചിരുന്നത്. ഇനി നമുക്ക് ഇതൊരു 20 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അടച്ചു വയ്ക്കാൻ പോവാണ്. ഇപ്പോൾ ഞാനത് വെച്ചിട്ടൊരു 15 മിനിറ്റ് ആവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ലിഡൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ കണ്ടോ, വെള്ളമൊക്കെ ഏതാണ്ട് വറ്റിയിട്ടുണ്ട്. ഇതിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും കട്ട ഒന്നും കെട്ടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ വെജ് പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള വെജ് പുലാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയറും ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് അമ്മൂസ് യമ്മി കിച്ചൻ.